ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചരിത്രം ഓരോ ദിവസവും കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിലെടുത്തതോടുകൂടി മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു പങ്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദ്യം അതല്ല, മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പിന്നിലുള്ള വൻ ശക്തികൾ ആര്? ബെല്ലാരിയിലെ ഒരു വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണത്തിന്റെ പങ്ക് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ചെയ്യേണ്ടത് ഈ സ്വർണം കണ്ടെടുക്കൽ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നിലുള്ള വൻ ശക്തി ആരാണ്? ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവർക്ക് വേണ്ടി ചരട് വലിക്കുന്നത്? ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ ഈ കട്ട സ്വർണത്തിന്റെ പങ്കു പറ്റിയിട്ടുണ്ട്? ശബരിമല അയ്യപ്പന്റെ ശക്തിയിൽ, ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അന്വേഷണ സംഘത്തിന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഒരു മുരാരി ബാബുവോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ വിചാരിച്ചാൽ ശബരിമലയിലെ ഈ സ്വർണം വിൽപ്പന നടത്താൻ കഴിയില്ല. ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിരുന്ന മുരാരി ബാബുവിന് ഈ സ്വർണം മോഷണത്തിന് തിരക്കഥയൊരുക്കാൻ ആരുടെയെല്ലാം സഹായമുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തതിലൂടെ മുകളിലിരിക്കുന്ന ഒരു അജ്ഞാത ശക്തിയുടെ പേര് വെളിപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ആ അജ്ഞാത ശക്തി ആര്? ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന അജ്ഞാതൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന എ വാസു പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. അതിനുശേഷം നിലവിലെ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. പത്മകുമാറിന് ശേഷം കോൺഗ്രസ് വിട്ട് CPIMലെത്തിയ PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായതിനു ശേഷം ഉണ്ടായ സാമ്പത്തിക വളർച്ച അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു മുരാരി ബാബുവും വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാനോ യോഗദണ്ഡും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പവും ഒന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ശബരിമല സന്നിധാനത്തേക്ക് പോയ ആളുകൾക്കറിയാം, 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത മാല ധരിച്ച്, അയ്യപ്പ മുദ്രയുള്ള മാല ധരിച്ച്, കറുപ്പ് വസ്ത്രമണിഞ്ഞ, ശരീരവും മനസ്സും അയ്യപ്പനിൽ അർപ്പിച്ച, കെട്ടുനിറച്ച, ഇരുമുടിക്കെട്ട് തലയിലേന്തി, ശരണമന്ത്രങ്ങൾ മുഴക്കി, കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി 18 പടികൾ ചവിട്ടി അയ്യപ്പന്റെ തിരുസന്നിധിയിലെത്തി അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിച്ച് കലിയുഗവരതന്റെ അനുഗ്രഹം വാങ്ങി നെയ്ത്തേങ്ങയുടച്ച് നെയ്ത്തേങ്ങ അയ്യപ്പൻ അഭിഷേകം നടത്തി ആ തേങ്ങ ആഴിയിൽ നിക്ഷേപിച്ച് 18 പടിയും തിരിച്ചിറങ്ങി ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന അയ്യപ്പ ഭക്തൻ കാണിക്കയെ അർപ്പിച്ച സ്വർണം മോഷ്ടിച്ച ശബരിമലയിലെ കള്ളന്മാരെ, ശബരിമലയിലെ കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരണം. അത് മുരാരി ബാബുവും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമല്ല, അവർക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ പിടികൂടിയത് നെത്തോലികളെ മാത്രമാണ്. വൻ സ്രാവുകൾ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. അവരെ കണ്ടെത്തിയാൽ മാത്രമേ ശബരിമലയിൽ എത്ര കോടി രൂപയുടെ കളവ് നടന്നിട്ടുണ്ട്, ശബരിമല സ്വർണ്ണക്കള്ളയിൽ ആർക്കെല്ലാം പങ്കുണ്ട്, എത്ര കോടി രൂപയുടെ സ്വർണം ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല നടത്തിയത് എന്ന് കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ഏതെല്ലാം തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തണം. പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി, അന്വേഷണം നടത്തി, മുരാരി ബാബുവിൽ നിന്നും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വമ്പൻ സ്രാവുകളെ പിടികൂടുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്.